നിറങ്ങളുടെ നൃത്തം എന്ന പാഠഭാഗം കലാരൂപങ്ങളെ പരിചയപ്പെടാനുള്ളതാണ്. തദ്ദേശീയമായ നാടൻ കലാരൂപങ്ങൾ, അവയുടെ വേഷവിധാനം, ആഭരണങ്ങൾ, അങ്ങനെ നാടൻ കലാരൂപങ്ങൾ, അതോടൊപ്പം തന്നെ ക്ലാസിക്കൽ കലാരൂപങ്ങൾ, അവയൊക്കെ പരിചയപ്പെടാനുള്ള ഒരു ശ്രമമാണ് നിറങ്ങളുടെ നൃത്തം എന്ന ഈ പാഠഭാഗത്തിൽ ഉള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് കഥകളിയും പടയണിയുമാണ്. അതുമാത്രമല്ല, അവയുടെ ആഴത്തിലുള്ള പഠനവുമല്ല ഉദ്ദേശിക്കുന്നത്. കലാരൂപങ്ങളിലെ വ്യത്യാസം തിരിച്ചറിയുക, കലാരൂപങ്ങൾ നേരിട്ട് കാണുക എന്നിവയൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാടൻ കലാരൂപങ്ങൾ: പടയണി, തെയ്യം, തിറ, മുടിയേറ്റ്, കരിശിനാടകം, വേലകളി, മാർഗംകളി, കുമ്മാട്ടിക്കളി, ചവിട്ടുനാടകം. നാടൻ കലകൾ എന്ന് പറയുമ്പോൾ ആചാരപരമായിട്ടും അനുഷ്ഠാനപരമായിട്ടും ബന്ധമുള്ളവയാണ്. അതൊരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയായി ഉരുത്തിരിഞ്ഞു വന്നവയാണ് നാടൻ കലകൾ. ക്ലാസിക് കലകൾക്ക് ഒരു കൃത്യമായ ചിട്ടപ്പെടുത്തലുണ്ടാവും. അതുപോലെ തന്നെ അതിന് ഒരു സൃഷ്ടാവെന്ന് പറയാൻ ഒരാളുണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഭരതനാട്യം, കഥകളി, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കൂടിയാട്ടം, തുള്ളൽ. പ്രാദേശികമായ കലാരൂപങ്ങൾ കാണാനും പരിചയപ്പെടാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാവണം. അതിനു മുമ്പ് ആ കലാരൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് വേണം പ്രോഗ്രാം കാണാനായിട്ട് പോവാൻ. അതുപോലെ തന്നെ കലാപ്രവർത്തകരെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്യുന്ന കാര്യത്തിൽ പറയുന്നുണ്ട്. കാഴ്ചയാണ് പ്രധാനം. ഒപ്പം അവരുമായിട്ടുള്ള സംസാരം, അണിയുന്ന ആഭരണങ്ങൾ, അവതരണത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവണം. അതിനുശേഷം കലാരൂപങ്ങളുടെ ചിത്രം ശേഖരിക്കുക, ഒട്ടിക്കുക, അവയുടെ പ്രദർശനം. അതുപോലെ തന്നെ കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ കുട്ടികൾക്ക് പരിചയം ഉണ്ടാവണമെന്നില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ച, അർത്ഥമറിയൽ, അതുപോലെ വാക്കുകൾ അക്ഷരമാലാ ക്രമത്തിൽ ക്രമീകരിച്ച് രേഖപ്പെടുത്തൽ, കലാവതരണത്തിന്റെ ഒരു ഡയറി, അതായത് കണ്ട കലാരൂപത്തെക്കുറിച്ച് ഒരു ഡയറി കുറിപ്പ് എഴുതുക തുടങ്ങിയവയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആണ്. ഇത് ഡയറിയുടെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ കലാരൂപങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അറിയില്ലാത്ത ഒരുപാട് വാക്കുകൾ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു അമ്മയുമായിട്ട് അമ്മ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഡയറി മുന്നോട്ട് പോയിരിക്കുന്നത്. അമ്മയുടെ കൂടെ ഉത്സവത്തിന് പോയപ്പോൾ ഞാൻ മനോഹരമായ ഒരു കലാരൂപം കണ്ടു. അത് കഥകളിയായിരുന്നു. കഥകളിയെക്കുറിച്ച് അമ്മ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. കേരളത്തിന്റെ തനതായ ദൃശ്യ കലാരൂപമാണ് കഥകളി. അരങ്ങിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നില്ല. പശ്ചാത്തലത്തിൽ നിന്ന് പാടുന്നവരുടെ പാട്ടിനനുസരിച്ച് കൈമുദ്രകൾ കൊണ്ട് കഥ പറയുകയാണ് ചെയ്യുന്നത്. കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാരംഭം എന്നിവയാണ് കഥകളിയിലെ പ്രധാന ചടങ്ങുകൾ. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവയാണ് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് ഞങ്ങൾ കഥകളി കണ്ടത്. മനോഹരമായ ഒരു അനുഭവമായിരുന്നു കഥകളി എനിക്ക് സമ്മാനിച്ചത്. ഇതിപ്പോ ഒരു കലാരൂപം തന്നെയാണ്. ഇതുപോലെ മറ്റു കലാരൂപങ്ങളെ നേരിട്ട് കണ്ടതിന് ശേഷം എഴുതാം. കലാരൂപം കാണുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അവതരിപ്പിക്കുന്ന സ്ഥലം, അത് സ്റ്റേജ് ആണോ പൊതുസ്ഥലമാണോ? അതുപോലെ വേഷത്തിൽ ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങൾ, അവയുടെ വൈവിധ്യം, ആടയാഭരണങ്ങളുടെ പ്രത്യേകതകൾ, അത് നിർമ്മിച്ച എന്തു വസ്തുക്കൾ കൊണ്ടാണ്, വാദ്യോപകരണങ്ങൾ, കലയിൽ ഉപയോഗിക്കുന്ന പാട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം കലാരൂപം നിരീക്ഷിക്കുക. ഇവിടെ പേജ് നമ്പർ 29 കഥകളിയും പടയണിയും തന്നിട്ടുണ്ട്. അവ നേരിട്ട് കാണാനുള്ള അവസരം ഇല്ലെങ്കിൽ യൂട്യൂബിൽ കാണുക, ICT സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക, അവയുടെ വ്യത്യാസം, സാമ്യം എഴുതുക. കഥകളിയും പടയണിയും തമ്മിലുള്ള വ്യത്യാസം പേജ് നമ്പർ 29 ആക്ടിവിറ്റിയാണ്. കഥകളിക്ക് പടയണിയെ അപേക്ഷിച്ച് ചെറിയ കിരീടം, അതുപോലെ മുഖത്തെഴുത്ത് വ്യത്യാസമുണ്ട്, തുണി കൊണ്ടുള്ള ഉടുത്തുകെട്ട്, ആഭരണങ്ങളുണ്ട്, അഭിനയിക്കാൻ ഒരു കഥയുണ്ടാവും, സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു, ചെണ്ട, മദ്ദളം, ചേങ്ങില എന്നിവയാണ് പ്രധാന വാദ്യങ്ങൾ. ഇത് കഥകളിയുടെ പ്രത്യേകതയാണ്. പടയണി: വലിയ കിരീടം, കുരുത്തോലയും കവിങ്ങിൻ പാളയും ഉപയോഗിച്ച് വേഷം, തോറ്റം പാട്ടിന്റെ താളത്തിൽ ചുവടുവെപ്പ്, പൊതുസ്ഥലത്ത് അവതരിപ്പിക്കുന്നു, തപ്പ്, ചെണ്ട,
കൈമണി എന്നിവ വാദ്യോപകരണങ്ങൾ. അപ്പോൾ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ് ഇവിടെ നമ്മൾ തരം തിരിച്ചത്. അത് ഹാൻഡ് ബുക്കിൽ തന്നിരിക്കുന്ന പോലെ ടേബിളായിട്ട് സെറ്റ് ചെയ്യാം, ഇങ്ങനെയും കൊടുക്കാം. പടയണിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഇത് ഷോർട്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. പടയണി തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ്. പടയണി എന്നും പേരുണ്ട്. ഇതൊരു അനുഷ്ഠാന കലയാണ്. അസുഖം മാറാനും, അതായത് വസൂരി പോലുള്ള അസുഖങ്ങൾ മാറാനും, അതുപോലെ സമൃദ്ധമായ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ് പടയണി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ചില പ്രദേശങ്ങളിലാണ് പടയണി ഇപ്പോഴും നടത്തി വരുന്നത്. നീലമ്പേരൂർ, കടമ്മനിട്ട, ഓതറ തുടങ്ങിയ ഗ്രാമങ്ങളിലെ പടയണി പ്രശസ്തമാണ്. പടയണിയുടെ പ്രധാന വാദ്യം തപ്പാണ്. ഒപ്പം ചെണ്ടയും കൈമണി ഉപയോഗിക്കാറുണ്ട്. ഗണപതിക്കോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, മാടൻകോലം, കാലൻകോലം, മരുതക്കോലം, പിശാച് കോലം, ഭൈരവിക്കോലം, ഗന്ധർവം കോലം, അങ്ങനെ പലതരം കോലങ്ങളുണ്ട്. പാട്ടുപാടും. പച്ചപ്പാളയിൽ കോലം എഴുതി മുഖത്ത് കെട്ടും. പാള കൊണ്ടുള്ള മുടിയിലും കോലങ്ങൾ ചിത്രീകരിക്കും. പൂർണ്ണമായിട്ടും പ്രകൃതിയിൽ നിന്നെടുക്കുന്ന വസ്തുക്കളാണ് നിറം നൽകാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മലിനീകരണമില്ലാതെ ഇവയെല്ലാം മണ്ണിൽ തന്നെ ലയിച്ചു ചേരും. കഥകളി. കേരളത്തിൽ പലയിടത്തും പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് കഥകളി. കഥകളിയിൽ അരങ്ങത്തു വരുന്നത് വേഷങ്ങളാണ്. പുരുഷ വേഷങ്ങളും സ്ത്രീ വേഷങ്ങളുമുണ്ട്. പച്ച, കത്തി, താടി, കരി, മിനുക്ക് എന്നിങ്ങനെ 5 തരത്തിൽ വേഷങ്ങളുണ്ട്. ഇതിൽ കത്തിവേഷമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. വീരന്മാരായ കഥാപാത്രങ്ങളാണ് കത്തിവേഷത്തിൽ വരുന്നത്. എക്സാമ്പിളായിട്ട് രാവണൻ, കീചകൻ, ദുര്യോധനൻ. പച്ചവേഷം ഉത്തമ കഥാപാത്രങ്ങളാണ്. സ്ത്രീ വേഷങ്ങൾ മിനുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. കരിയും താടിയും ദുഷ്ടസ്വഭാവമുള്ള ആൾക്കാരുടെ വേഷങ്ങളാണ്. എന്നാൽ വെള്ളത്താടി ഉത്തമ സ്വഭാവമുള്ള കഥാപാത്രമാണ്. കഥകളിക്കൊരു കഥയുണ്ടാവും. അതിന്റെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ഈ ആട്ടക്കഥയാണ് കഥകളി അരങ്ങത്തിരുന്ന് പാട്ടുകാർ പാടുന്നത്. കഥകളി പഠിപ്പിക്കുന്ന പ്രധാന സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് ഇത് സ്ഥാപിച്ചത്. കഥകളിയെക്കുറിച്ചൊരു കുറിപ്പാണ്. കേരളത്തിന്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം ആണ്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവയാണ് പ്രധാന കഥകളി വേഷങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം എഴുതിയ ഡയറിയിലും അതുപോലെ തന്നെ തൊട്ട് മുമ്പ് കൊടുത്ത വിവരണത്തിലുണ്ട്. പടയണി. കേരളത്തിലെ ഒരു അനുഷ്ഠാന കലയാണ് പടയണി. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്നു. പടയണി എന്നും പേരുണ്ട്. കവുങ്ങിൻ പാള കൊണ്ടാണ് വേഷം. പടയുടെ കെടുതി, പേജ് നമ്പർ 33. ഇത് ഒരു തുള്ളൽ കവിതയാണ്. തുള്ളൽ കവിതകൾ രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ്. ഇനി കവിതയുടെ തീം നോക്കുമ്പോൾ പ്രദോഷ മാഹാത്മ്യം തുള്ളലിലെ വരികളാണ് പാഠഭാഗത്ത് തന്നിട്ടുള്ളത്. ഒരു യുദ്ധം ഉണ്ടായാൽ നടക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് വളരെ രസകരമായിട്ട് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. തുള്ളൽ കവിതകൾക്ക് മനോഹരമായ ഒരു താളമുണ്ട്. ആ താളം ഏറ്റവും ഹൈലൈറ്റ് ആവുന്ന രീതിയിൽ വേണം ഈ കവിത അവതരിപ്പിക്കാൻ. ഇവിടെ ഒരു വരിയിൽ 4 കൊട്ടാണ് വരുന്നത്. ആ കൊട്ട് വരുന്ന ഭാഗമാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി, നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി, കണ്ടച്ചാരുടെ മുണ്ടും പോയി, ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി, കേളച്ചാരുടെ വാളും പോയി, കാളൻ നായുടെ ചങ്ങല പോയി. ചിരി കണ്ടച്ചാർ പടയിൽ ചാടി, ചുരിക കളഞ്ഞെ ചോടിപ്പോന്നു, കോന്തിച്ചേട്ടനു കുന്തം പോയി, കോന്തിക്കവനുടെ കൊടുവാൾ പോയി. ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി, എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ. ഇവിടെ ഒരു ലൈനിൽ 4 കൊട്ട് വെച്ച് വരുന്നുണ്ട്. ചൊല്ലി നോക്കുക.
ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. പടയുടെ കെടുതി എന്ന കവിതാഭാഗം വായിക്കുമ്പോൾ ഒരു ചിരി വരുന്നില്ലേ? കാരണം എന്താവും? ഇട്ടിപ്പെണ്ണിന് കട്ടില് പോയതും നെട്ടിപ്പെണ്ണിന് പെട്ടികൾ നഷ്ടപ്പെട്ടതും കണ്ടച്ചാരുടെ മുണ്ടു പറഞ്ഞു പോയതും കേളച്ചാർക്ക് വാള് നഷ്ടപ്പെട്ടതും നായിയുടെ ചങ്ങല പോയതുമൊക്കെ വായിക്കുമ്പോൾ ആ ദൃശ്യം നേരിൽ കാണുന്നത് പോലെ തോന്നും. ഇത് നമ്മിൽ ചിരി ഉണർത്തുന്നു. യുദ്ധം നടക്കുമ്പോൾ ചിരികണ്ടച്ചാരുടെ ചുരിക പോയി. അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെട്ടു. കോന്തിച്ചേട്ടന്റെ കുന്തവും വാളും പോയി. ചേമ്പ് കിളച്ച് നടുമ്പോൾ ചങ്ങാതിയുടെ തൂമ്പായും പോയി. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ഒരു ചിരിയാണ് ഉണ്ടാവുക. നമുക്ക് രസം പകരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ കണ്ടെത്താനായത്? താളം പിടിച്ചു പാടുന്ന കവിതയാണ് തുള്ളൽ കവിതകൾ. അക്ഷരങ്ങൾ, വാക്കുകൾ, അവയുടെ ആവർത്തനമാണ് കവിതയ്ക്ക് താളം നൽകുന്നത്. എക്സാമ്പിൾ ആയിട്ട് കണ്ടച്ചാരുടെ മുണ്ട്, ചെണ്ടക്കാരുടെ ചെണ്ട തുടങ്ങി അക്ഷരങ്ങളുടെ ക്രമമായ ആവർത്തനം കവിതയ്ക്ക് രസം പകരുന്നു. പട അഥവാ യുദ്ധമുണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടും. എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇട്ടിപ്പെണ്ണിന്റെ കട്ടില്, നെട്ടിപ്പെണ്ണിന്റെ പെട്ടി, കണ്ടച്ചാരുടെ മുണ്ട്, ചെണ്ടക്കാരുടെ ചെണ്ട, കേളച്ചാരുടെ വാള്, കാളന്നായുടെ ചങ്ങല, ചിരികണ്ടച്ചാരുടെ ചുരിക, കോന്തിച്ചേട്ടന്റെ കുന്തവും കൊടുവാളും, ചേമ്പ് കിളച്ചു നടന്ന ചങ്ങാതിയുടെ തൂമ്പ. ഇതെല്ലാമാണ് പടയിൽ നഷ്ടമായത്. ഇത് പഴയ കാലത്തെ കഥ. ഇക്കാലത്താണ് യുദ്ധം ഉണ്ടാവുന്നതെങ്കിലോ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടാനിടയുണ്ട്? പുസ്തകങ്ങൾ, ചെരുപ്പ്, കളിപ്പാട്ടങ്ങൾ, ഉടുപ്പ്, തൊപ്പി, ബാഗ്, കുട, പെൻസിൽ, പേന, വാട്ടർ ബോട്ടിൽ. ഇതൊക്കെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ മറുപടി വരിക. അതേസമയം യുദ്ധം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ആഴത്തിൽ ചർച്ച ചെയ്യണം. എന്തൊക്കെ നഷ്ടമാവുന്നു അത് കൂടുതൽ ചർച്ചയ്ക്ക് വരണം. അവിടെ പോസ്റ്ററിനുള്ള സാധ്യതയുണ്ട്. ഹിരോഷിമ, നാഗസാക്കി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ കണക്ട് ചെയ്യാം. ഇത് ഹാൻഡ്ബുക്കിന്റെ ഭാഗമാണ്. പൊട്ടിച്ചിതറിയ വീട്ടിൽ ചെന്നൊരു കുട്ടികളാകെ ഞെട്ടി വിറച്ചു. വാവക്കുഞ്ഞിനു പാവകൾ പോയി, ഷാനിക്കുഞ്ഞിനു ഷൂസുകൾ പോയി, ബേബിക്കുട്ടനു ബാറ്റുകൾ പോയി, ബോബിക്കവനുടെ ബുക്കുകൾ പോയി. അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതുപോലെ തുള്ളക്കവിതയുടെ താളമാണ്. ഇതിന് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനായിട്ട് നൽകാം. യുദ്ധം ഇന്നത്തെ സമൂഹത്തിൽ വരുത്തി തീർക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയിൽ വരണം. ആളുകൾ മരിക്കും, വീടുകൾ തകരും, ഭക്ഷണം കിട്ടാതെ ആവുന്നു, പരിസ്ഥിതി നശിക്കുന്നു, കൃഷി, കച്ചവടം ഇല്ലാതെയായി സമൂഹത്തിന്റെ അവസ്ഥ മോശമാവുന്നു. അതായത് യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലെ നേർക്കാഴ്ചകളുടെ ചിത്രങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്താം. അവ എങ്ങനെ ആ സമൂഹത്തെ ബാധിക്കുന്നു? കൃഷിയും കച്ചവടം ഇല്ലാതായി ആ സമൂഹത്തിന്റെ അവസ്ഥ മോശമാകുന്നു, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. യുദ്ധം ഏറ്റവും അധികം ബാധിക്കുന്ന കുട്ടികളെയാണ്. അത് ക്ലാസ്സിൽ ആഴത്തിൽ ചർച്ച ചെയ്യണം. ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ജനങ്ങൾക്ക് സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വരുന്നു. അതായത് സ്വന്തം നാട് ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുന്നു. വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാതെയാവുന്നു. അത് ഏറ്റവും അധികം അഫക്റ്റ് ചെയ്യുന്ന കുട്ടികളെയാണ്. ആശുപത്രി, റോഡ്, വാഹനം, വ്യവസായം, അതായത് ആ സമൂഹത്തിന്റെ മുഖച്ഛായ തന്നെ മാറിപ്പോകുന്നു. ടെക്സ്റ്റില് തുള്ളലിന്റെ 3 വിഭാഗങ്ങളും ചിത്രം തന്നിട്ടുണ്ട്. ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ.